കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ പൂർണ്ണമായിട്ടും മാറ്റാമെന്നത്. പലരും ഇത് ഒരു രഹസ്യമായി വെച്ചിരിക്കുകയാണെന്നും മരുന്ന് കമ്പനികളുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ഇത് പുറത്തുവിടാത്തതാണെന്നും ഒക്കെ ഉള്ള വാർത്തകൾ പ്രചാരത്തിലുണ്ട്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെറും കെട്ടുകഥകളെ കുറിച്ചല്ല, മറിച്ച് അമേരിക്കയിലെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ ക്യാൻസർ റിസർച്ച് UK പോലുള്ള ലോകപ്രസിദ്ധമായ സ്ഥാപനങ്ങൾ നടത്തിയ പഠനത്തെ മുൻനിർത്തിയാണ് കഞ്ചാവ് ഒരു മരുന്നാണോ, അതോ ഒരു അത്ഭുതമാണോ, അതോ ഒരു മിഥ്യയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. സോ വെൽക്കം ടു ബെഞ്ചാര ഈറ്റോൾ ക്ലബ്. കഞ്ചാവിൽ 400-ലധികം രാസവസ്തുക്കളുണ്ട്. അതിൽ 100 എണ്ണത്തെയാണ് നമ്മൾ കനാബിനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. ഇതിൽ പ്രധാനികൾ THCയും CBDയുമാണ്. നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി തന്നെ എൻഡോക്നാബിനോയിഡ് സിസ്റ്റം എന്നൊരു സംവിധാനമുണ്ട്. നമ്മുടെ ബ്രെയിനിലും നാഡീവ്യൂഹത്തിലും ഇതിന്റെ റിസപ്റ്ററുകൾ കാണപ്പെടുന്നു. നമ്മൾ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ അതിലെ ഘടകങ്ങൾ ഈ റിസപ്റ്ററുകളുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. പഠനങ്ങൾ പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിന്റെ വേദനകൾ കുറയ്ക്കാനായിട്ടും ഉറക്കം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നാണ്. ഇനി നമുക്ക് ശാസ്ത്രീയ പഠനങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കഞ്ചാവ് ക്യാൻസറിനെ കൊല്ലുമോ എന്നതിനെക്കുറിച്ച് 3 തരത്തിലുള്ള പഠനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്നാമത്തേതാണ് ലബോറട്ടറി സ്റ്റഡി. ലാബിലെ ഡിഷുകളിൽ വളർത്തുന്ന ക്യാൻസർ കോശങ്ങളിലേക്ക് കഞ്ചാവിന്റെ സ്വത്തുകൾ ആഡ് ചെയ്ത സമയത്ത് ക്യാൻസർ കോശങ്ങൾ നശിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങിയവ. ഇനി രണ്ടാമത്തേതാണ് മൃഗങ്ങളെ വെച്ച് നടത്തിയ പരീക്ഷണം. എലികളെ വെച്ചുകൊണ്ട് ഈ പരീക്ഷണം നടത്തിയ സമയത്ത് ട്യൂമറുകളുടെ വലിപ്പം കുറയുന്നതായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രഗ് അബ്യൂസ് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തേതാണ് മനുഷ്യരെ വെച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങൾ. എലികളിലും ലാബുകളിലും ഒക്കെ വിജയിച്ച പരീക്ഷണങ്ങൾ മനുഷ്യരിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. മനുഷ്യരുടെ ഉള്ളിലുള്ള ക്യാൻസർ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയും എന്ന് പറയുന്ന വലിയ വലിയ ക്ലിനിക്കൽ ട്രയലുകൾ ഇന്നും പൂർത്തിയായിട്ടില്ല. എങ്കിലും ഗ്ലിയോബ്ലാസ്റ്റോമ ഒരുതരം ബ്രെയിൻ ക്യാൻസർ ആണ്. അതുപോലുള്ള രോഗങ്ങളിൽ CBDയും THCയും എന്നിവയുടെ മിശ്രിതം പരീക്ഷിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് ക്യാൻസർ രോഗികൾക്ക് ഇതിലൂടെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കാം. കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ മാറ്റാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഇന്നും പല തർക്കങ്ങളുണ്ടെങ്കിലും ക്യാൻസർ രോഗികളുടെ വേദനയ്ക്ക് ഒരാശ്വാസം കണ്ടെത്താനായിട്ട് കഞ്ചാവിന് സാധിക്കുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. ഇതൊരു വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. മോർഫിൻ പോലുള്ള മരുന്നുകൾക്ക് പകരമായി മാരകമായ വേദന കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇനി കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ. കീമോ ചെയ്യുമ്പോഴുണ്ടാകുന്ന കഠിനമായ ഛർദി മാറ്റാനായിട്ട് FDA അംഗീകരിച്ച ഡ്രോണാബൈനോള്, നബിലോണ് തുടങ്ങിയ മരുന്നുകൾക്ക് കഞ്ചാവിലെ ഘടകങ്ങളിൽ നിന്നുണ്ടാക്കിയതാണ്. മാത്രമല്ല രോഗികൾക്ക് വിശപ്പ് കൂട്ടാനായിട്ടും നന്നായി ഭക്ഷണം കഴിക്കാനായിട്ടും ഉറക്കം കിട്ടാനായിട്ടും ഒക്കെ ഇത് സഹായിക്കും. ഇനി നമുക്ക് ഇതിലെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാൻസർ രോഗികൾ സർജറിനെയോ കീമോയിനെയോ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കഞ്ചാവിനെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു വലിയ അപകടമാണ്. ഒരിക്കലും ചികിത്സയ്ക്ക് പകരമാവില്ല. കൂടാതെ അമിത ഉപയോഗം ഹൃദയമിടിപ്പ് കൂട്ടാനും മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകും. ഓരോ വ്യക്തിയുടെയും ശരീരം വ്യത്യാസമാണ്. അതിനാൽ മറ്റൊരാൾക്ക് ഫലം കിട്ടി എന്ന് കരുതി സ്വയം ചികിത്സിക്കരുത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കഞ്ചാവ് ഒരു വില്ലനല്ല. എന്നാൽ നിലവിൽ ക്യാൻസറിനെതിരെയുള്ള ഒരു ഔദ്യോഗിക മരുന്നായിട്ട് അത് പ്രഖ്യാപിച്ചിട്ടില്ല. ശാസ്ത്രം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൃത്യമായ പഠനങ്ങൾ പുറത്തു വരുന്നതുവരെ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാണ്ട് ഇതൊരിക്കലും പരീക്ഷിക്കാൻ നിൽക്കരുത്. ഇനി എന്താണ് കഞ്ചാവ്? ശരിക്കും കഞ്ചാവ് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഔട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക.